അതെ, ഞാൻ പറയുന്നത് കേൾക്കേ, ഈ വണ്ടി ഒന്ന് നിർത്ത്. ഞാൻ പറയുന്നതായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയില്ലെങ്കിലേ രാജു ഈ വണ്ടിയെ തന്നെ മൂത്രമൊഴിച്ചേക്കും. അത് കേട്ട് രമണൻ വണ്ടി നിർത്തി. ദാ വണ്ടി നിർത്തി, നിങ്ങൾ പോയി എന്ത് വേണം ചെയ്യേ. അത് ഭയങ്കരമായ ഒരു കൊടും കാടായിരുന്നു. ഇരുട്ടല്ലാതെ ചുറ്റും ഒന്നും കാണാനില്ലായിരുന്നു. അവർ കാറിനടുത്തു നിന്നും കുറച്ചു ദൂരെ കാട്ടിനകത്തായിട്ട് പോയിട്ട് മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് അവർ തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു. അപ്പോൾ രമണൻ അവിടെയുള്ള ഒരു മരത്തെ നോക്കി. ആ മരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, സൂരജ് ചന്ദ്രിക. എന്നിട്ട് അതിലൊരു ഹാർട്ട് വരച്ചിരുന്നു. അല്ല, ഈ കാട്ടിൽ വന്ന് ആരാണ് ഇങ്ങനെ എഴുതിയത്? താൻ അത് വിടൂ, ആരെങ്കിലും എന്തോലും എഴുതി വെച്ചിട്ട് പോട്ടെ, നമുക്കെന്താ കാര്യം? ഏതെങ്കിലും ലവേഴ്സ് വന്ന് കാണുമായിരിക്കും, അവരായിരിക്കും എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടേ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. എന്നാലും ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ എഴുതിയല്ലോ. പക്ഷെ ഈ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ അടുത്ത സമയത്തൊന്നും വന്ന് എഴുതിയല്ല എന്ന് തോന്നുന്നു. ഇത് എഴുതിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അതെ, നമുക്കിവിടുന്ന് പോകാം. ഈ കാട്ടിൽ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉള്ളതാ. വല്ലതും കടിക്കുകയാണെങ്കിൽ പിന്നെ കാര്യം പോക്കാ. അതെ, നീ പറയുന്നത് ശരിയാണ്, നമുക്കിവിടുന്ന് പോകാം. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ മനസ്സിൽ തട്ടി ആരെങ്കിലും വിളിച്ചാൽ അവർ നമ്മുടെ മുന്നിൽ വരുമെന്നാണ്. ഈ ചന്ദ്രിക എന്നുള്ള പേര് കണ്ടപ്പോ എന്റെ മനസ്സിലൊരു പാട്ട് ഓർമ്മ വരുന്നു. അതെന്ത് പാട്ടാ? നീ ഒന്ന് പാടിക്കേ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം. അവൻ ആ പാട്ട് പാടിയപ്പോ ആ മരങ്ങളെല്ലാം കുലുങ്ങാൻ തുടങ്ങി. ഇലകളൊക്കെ കാറ്റിൽ പറന്നു. അതിശക്തമായ കാറ്റ് വീശി. അപ്പോൾ ഒരു പ്രേതം പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്നു നിന്നു. രമണൻ ആ പ്രേതത്തെ കണ്ടു. പക്ഷെ രാജുവിനും രോഹിതിനും ആ പ്രേതത്തെ കാണാൻ കഴിഞ്ഞില്ല. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിൽ. ആ പ്രേതത്തെ കണ്ടപ്പോ രമണൻ ബോധം കെട്ടു വീണു. രാജുവും രോഹിത്തും വല്ലാതെ ഭയന്നുപോയി. രമണന് ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ അവനൊരു ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ അവന്റെ അടുത്ത് നിന്ന് ചികിത്സിക്കുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഒരു ക്ഷീണം ഉണ്ടായതാണ്, പെട്ടെന്ന് സുഖമായിക്കോളും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. രമണനെ നോക്കാൻ വേണ്ടി അവന്റെ അമ്മ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രി 1 മണിയായി. പെട്ടെന്ന് രമണൻ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് വ്യത്യസ്തമായ ഒരു ശബ്ദത്തില് ഹാ നാലറി. പിന്നെ കുറുക്കനെ പോലെ ഓലിയിടാൻ തുടങ്ങി. അവന്റെ അമ്മ വല്ലാതെ ഭയന്നുപോയി. തന്റെ മകന് ഇതെന്താ പറ്റിയത്? അമ്മ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചു. ഇതെന്തൊരു അസുഖമാണ്? ഇതുപോലൊരു അസുഖം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഡോക്ടർ സാർ, ഇതൊന്നും ഒരു അസുഖമല്ല. ഇയാളെ എന്തോ ഒരു പ്രേതം പിടിച്ചിരിക്കുകയാണ്. ഏതോ പ്രേതത്തിന്റെ ആത്മാവ് ഇയാളെ ബാധിച്ചിരിക്കുക. ഡോക്ടർ ഇയാൾക്ക് വേറെ വല്ല മരുന്നും കൊടുത്താലേ ഇയാൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മാന്ത്രികനെ വിളിച്ചോണ്ട് വരാം. ആ മാന്ത്രികൻ പൂജ ചെയ്ത് ഈ പ്രേതത്തിന്റെ ആത്മാവിനെ വിരട്ടി ഓടിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഇയാൾ ഓടിപ്പോകാതെ അങ്ങ് നോക്കിക്കോണം. കെട്ടിയിടുന്നതായിരിക്കും നല്ലത്. ഇയാളെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇയാൾക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തോളാം. ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകളൊന്നും ഇയാളിൽ ഏൽക്കാൻ പോകുന്നില്ല. ഉറങ്ങാനുള്ള മരുന്ന് ഇയാളുടെ ശരീരത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പ്രേതത്തിന്റെ ആത്മാവിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇയാളെ കെട്ടിയിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഒരുപക്ഷെ ഇയാളെങ്ങനെ എണീറ്റ് ഓടുകയാണെങ്കിലേ ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അയ്യോ, എന്നെ കെട്ടിയിടല്ലേ, എന്നെ കെട്ടഴിച്ചു വിട്, എന്നെ അഴിച്ചുവിട്, എനിക്ക് പോകണം. അറ്റൻഡർ മാന്ത്രികനെ കാണാൻ വീട്ടിൽ ചെന്നു. എന്നിട്ട് അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സ്വാമി, ഒരു പയ്യന്റെ ജീവൻ അപകടത്തിലാണ്. അവന് ഒരു പ്രേതം ബാധിച്ചിരിക്കുന്നു. അങ്ങ് പെട്ടെന്ന് തന്നെ വരണം, ഇല്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാകും. ആ പ്രേതം അവനെ ജീവനോടെ വിടില്ല. ഇന്ന് അമാവാസിയാണ്. ഒരുപക്ഷെ ആ പ്രേതം അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ പൂജാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. മാന്ത്രികൻ മഹാകാളിയുടെ രൂപത്തിനടുത്തിയെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് കയ്യിൽ ഗംഗാജലം എടുത്തുകൊണ്ട് അവന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു. മാന്ത്രികൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ കണ്ടത് രമണൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയെടുത്ത് വലിച്ചെറിയുന്നതായിരുന്നു. മാന്ത്രികൻ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലി. ഓം ഭൂർഭുവസ്വഹ തത്സദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ സ്വാഹാ. എന്നിട്ട് മാന്ത്രികൻ തന്റെ സഞ്ചിയിൽ നിന്നും ഭസ്മമെടുത്തു. എന്നിട്ട് അത് അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. രമണൻ പെട്ടെന്ന് തന്നെ ശാന്തനായി. അപ്പോൾ രമണന്റെ ശരീരത്തിൽ നിന്നും ആ പ്രേതം പുറത്തേക്ക് വന്നു. പ്രേതമേ, നിന്റെ പേരെന്താണ്? നീ ആരാണ്? നീ എന്തിനാണ് ഇവന്റെ ശരീരത്തിൽ കയറിയത്? മന്ത്രവാദി,
നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ നീ തലയിടരുത്. ഇവനെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ പോവുകയാണ്. പക്ഷെ എന്തിനെ? നീ ആരാണെന്ന് ആദ്യം പറയേ. എന്റെ പേര് ചന്ദ്രിക. എനിക്ക് സൂരജിനെ ഇഷ്ടമായിരുന്നു. അവൻ താണജാതിയിലുള്ളവനാണ്. ഞാൻ ഉയർന്ന കുലത്തിലുള്ളവളും. സമുദായത്തിലുള്ളവർ ഞങ്ങളെ കൊന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പ്രതികാരം വീട്ടും. നീ സൂരജിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ നീ എന്തിനാണ് ഇവന്റെ ശരീരത്തിൽ കടന്നുകൂടിയത്? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രേമം യഥാർത്ഥ പ്രേമമല്ല, കള്ളപ്രേമമാണ്. കള്ളപ്രേതമേ, നീ ശരിക്കും ഒരു വഞ്ചകിയാണ്. ഞാൻ വഞ്ചകിയല്ല. നീ വഞ്ചകിയല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിൽ നിന്നും പോകൂ. 10 വർഷമായിട്ട് ഞാൻ അലഞ്ഞു തിരിയുകയാണ്. ഇവൻ എന്നെ വളരെ സ്നേഹത്തോടുകൂടി വിളിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയത്. സൂരജന് വിമോചനം ലഭിച്ചിരിക്കുന്നു. പക്ഷെ എന്റെ ആത്മാവ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അത് നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നിന്നെ സൂരജിന്റെ അടുത്തേക്ക് പറഞ്ഞുവിടാൻ പോവുകയാണ്. വരൂ, ഈ പാത്രത്തിൽ ഗംഗാജലമുണ്ട്. ഇതിലേക്ക് കയറൂ. നിനക്ക് ഉറപ്പായിട്ട് മോക്ഷം ലഭിക്കും. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. സ്വാഹ. പറ്റില്ല, ഞാൻ വരില്ല. പ്രേതം അത് സമ്മതിക്കാൻ തയ്യാറായില്ല. മാന്ത്രികൻ തന്റെ കയ്യിലിരുന്ന നൂല് കൊണ്ട് പ്രേതത്തെ ബന്ധിക്കാൻ തുടങ്ങി. പ്രേതത്തെ ആ നൂല് താനെ കെട്ടിവരിഞ്ഞു. എന്നിട്ട് മാന്ത്രികൻ തന്റെ അടുത്തേക്ക് ആ പ്രേതത്തിനെ വലിച്ചു. മാന്ത്രികൻ ഗംഗാജലം ഇരുന്ന ആ കമണ്ഡലത്തിൽ ആ നൂലിട്ടു. ആ ആത്മാവ് പതിയെ പതിയെ നൂലിനാൽ വലിക്കപ്പെട്ട് ആ കമണ്ഡലത്തിൽ വീണു. മാന്ത്രികൻ ആ ഗംഗാജലം ഒരു കുപ്പിക്കുള്ളിൽ അടച്ച് നല്ലപോലെ ബന്ധിച്ചു. അങ്ങനെ രമണൻ ആ പ്രേതത്തിൽ നിന്നും വിമോചിതനായി. അതെ, ഞാൻ പറയുന്നത് കേൾക്കേ. ഈ വണ്ടിയൊന്ന് നിർത്ത്. ഞാൻ പറയുന്നിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയില്ലെങ്കിലേ രാജു ഈ വണ്ടിയെ തന്നെ മൂത്രമൊഴിച്ചേക്കും. അത് കേട്ട് രമണൻ വണ്ടി നിർത്തി. ദാ വണ്ടി നിർത്തി. നിങ്ങൾ പോയി എന്തു വേണം ചെയ്യേ. അത് ഭയങ്കരമായ ഒരു കൊടും കാടായിരുന്നു. ഇരുട്ടല്ലാതെ ചുറ്റും ഒന്നും കാണാനില്ലായിരുന്നു. അവർ കാറിനടുത്തു നിന്നും കുറച്ചു ദൂരെ കാട്ടിനകത്തായിട്ട് പോയിട്ട് മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് അവർ തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു. അപ്പോൾ രമണൻ അവിടെയുള്ള ഒരു മരത്തെ നോക്കി. ആ മരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, സൂരജ് ചന്ദ്രിക. എന്നിട്ട് അതിലൊരു ഹാർട്ട് വരച്ചിരുന്നു. അല്ല, ഈ കാട്ടിൽ വന്ന് ആരാണ് ഇങ്ങനെ എഴുതിയത്? താൻ അത് വിടൂ. ആരെങ്കിലും എന്തോരം എഴുതി വെച്ചിട്ട് പോട്ടെ, നമുക്കെന്താ കാര്യം? ഏതെങ്കിലും ലവേഴ്സ് വന്ന് കാണുമായിരിക്കും. അവരായിരിക്കും എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടേ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. എന്നാലും ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ എഴുതിയല്ലോ. പക്ഷെ ഈ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഇവരടുത്ത സമയത്തൊന്നും വന്ന് എഴുതിയല്ല എന്ന് തോന്നുന്നു. ഇത് എഴുതിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അതെ, നമുക്കിവിടുന്ന് പോകാം. ഈ കാട്ടിൽ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉള്ളതാ. വല്ലതും കടിക്കുകയാണെങ്കിൽ പിന്നെ കാര്യം പോക്കാ. അതെ, നീ പറയുന്നത് ശരിയാണ്. നമുക്കിവിടുന്ന് പോകാം. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ മനസ്സിൽ തട്ടി ആരെങ്കിലും വിളിച്ചാൽ അവർ നമ്മുടെ മുന്നിൽ വരുമെന്നാണ്. ഈ ചന്ദ്രിക എന്നുള്ള പേര് കണ്ടപ്പോ എന്റെ മനസ്സിലൊരു പാട്ട് ഓർമ്മ വരുന്നു. അതെന്ത് പാട്ടാ? നീ ഒന്ന് പാടിക്കേ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം. അവൻ ആ പാട്ട് പാടിയപ്പോ ആ മരങ്ങളെല്ലാം കുലുങ്ങാൻ തുടങ്ങി. ഇലകളൊക്കെ കാറ്റിൽ പറന്നു. അതിശക്തമായ കാറ്റ് വീശി. അപ്പോൾ ഒരു പ്രേതം പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്നു നിന്നു. രമണൻ ആ പ്രേതത്തെ കണ്ടു. പക്ഷെ രാജുവിനും രോഹിതിനും ആ പ്രേതത്തെ കാണാൻ കഴിഞ്ഞില്ല. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിൽ. ആ പ്രേതത്തെ കണ്ടപ്പോ രമണൻ ബോധം കെട്ടു വീണു. രാജുവും രോഹിത്തും വല്ലാതെ ഭയന്നുപോയി. രമണന് ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ അവനൊരു ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ അവന്റെ അടുത്ത് നിന്ന് ചികിത്സിക്കുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഒരു ക്ഷീണം ഉണ്ടായതാണ്. പെട്ടെന്ന് സുഖമായിക്കോളും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. രമണനെ നോക്കാൻ വേണ്ടി അവന്റെ അമ്മ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രി 1 മണിയായി. പെട്ടെന്ന് രമണൻ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് വ്യത്യസ്തമായ ഒരു ശബ്ദത്തില് നാലറി. പിന്നെ കുറുക്കനെ പോലെ ഓലിയിടാൻ തുടങ്ങി. അവന്റെ അമ്മ വല്ലാതെ ഭയന്നുപോയി. തന്റെ മകന് ഇതെന്താ പറ്റിയത്? അമ്മ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചു. ഇതെന്തൊരു അസുഖമാണ്? ഇതുപോലൊരു അസുഖം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഡോക്ടർ സാർ, ഇതൊന്നും ഒരു അസുഖമല്ല. ഇയാളെ എന്തോ ഒരു പ്രേതം പിടിച്ചിരിക്കുകയാണ്. ഏതോ പ്രേതത്തിന്റെ ആത്മാവ് ഇയാളെ ബാധിച്ചിരിക്കുക.
ഡോക്ടർ ഇയാൾക്ക് വേറെ വല്ല മരുന്നും കൊടുത്താലേ ഇയാൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മാന്ത്രികനെ വിളിച്ചോണ്ട് വരാം. ആ മാന്ത്രികൻ പൂജ ചെയ്ത് ഈ പ്രേതത്തിന്റെ ആത്മാവിനെ വിരട്ടി ഓടിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഇയാൾ ഓടിപ്പോകാതെ അങ്ങ് നോക്കിക്കോണം. കെട്ടിയിടുന്നതായിരിക്കും നല്ലത്. ഇയാളെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇയാൾ കുറഞ്ഞാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തോളാം. ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകളൊന്നും ഇയാളിൽ ഏൽക്കാൻ പോകുന്നില്ല. ഉറങ്ങാനുള്ള മരുന്ന് ഇയാളുടെ ശരീരത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പ്രേതത്തിന്റെ ആത്മാവിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇയാളെ കെട്ടിയിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഒരുപക്ഷെ ഇയാൾ അങ്ങനെ എണീറ്റ് ഓടുകയാണെങ്കിലേ ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അയ്യോ, എന്നെ കെട്ടിയിടല്ലേ, എന്നെ കെട്ടഴിച്ചു വിട്, എന്നെ അഴിച്ചുവിട്, എനിക്ക് പോകണം. അറ്റൻഡർ മാന്ത്രികനെ കാണാൻ വീട്ടിൽ ചെന്നു. എന്നിട്ട് അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സ്വാമി, ഒരു പയ്യന്റെ ജീവൻ അപകടത്തിലാണ്. അവന് ഒരു പ്രേതം ബാധിച്ചിരിക്കുന്നു. അങ്ങ് പെട്ടെന്ന് തന്നെ വരണം, ഇല്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാകും. ആ പ്രേതം അവനെ ജീവനോടെ വിടില്ല. ഇന്ന് അമാവാസിയാണ്. ഒരുപക്ഷെ ആ പ്രേതം അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ പൂജാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. മാന്ത്രികൻ മഹാകാളിയുടെ രൂപത്തിനടുത്തിയെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് കയ്യിൽ ഗംഗാജലം എടുത്തുകൊണ്ട് അവന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു. മാന്ത്രികൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ കണ്ടത് രമണൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയെടുത്ത് വലിച്ചെറിയുന്നതായിരുന്നു. മാന്ത്രികൻ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലി. ഓം ഭൂർഭുവസ്വഹ തത്സദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ സ്വാഹാ. എന്നിട്ട് മാന്ത്രികൻ തന്റെ സഞ്ചിയിൽ നിന്നും ഭസ്മം എടുത്തു. എന്നിട്ട് അത് അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. രമണൻ പെട്ടെന്ന് തന്നെ ശാന്തനായി. അപ്പോൾ രമണന്റെ ശരീരത്തിൽ നിന്നും ആ പ്രേതം പുറത്തേക്ക് വന്നു. പ്രേതമേ, നിന്റെ പേരെന്താണ്? നീ ആരാണ്? നീ എന്തിനാണ് ഇവന്റെ ശരീരത്തിൽ കയറിയത്? മന്ത്രവാദി, നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ നീ തലയിടരുത്. ഇവനെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ പോവുകയാണ്. പക്ഷെ എന്തിനെ? നീ ആരാണെന്ന് ആദ്യം പറയേ. എന്റെ പേര് ചന്ദ്രിക. എനിക്ക് സൂരജിനെ ഇഷ്ടമായിരുന്നു. അവൻ താണജാതിയിലുള്ളവനാണ്. ഞാൻ ഉയർന്ന കുലത്തിലുള്ളവളും. സമുദായത്തിലുള്ളവർ ഞങ്ങളെ കൊന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പ്രതികാരം വീട്ടും. നീ സൂരജിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ നീ എന്തിനാണ് ഇവന്റെ ശരീരത്തിൽ കടന്നുകൂടിയത്? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രേമം യഥാർത്ഥ പ്രേമമല്ല, കള്ളപ്രേമമാണ്. കള്ളപ്രേതമേ, നീ ശരിക്കും ഒരു വഞ്ചകിയാണ്. ഞാൻ വഞ്ചകിയല്ല. നീ വഞ്ചകിയല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിൽ നിന്നും പോകൂ. 10 വർഷമായിട്ട് ഞാൻ അലഞ്ഞു തിരിയുകയാണ്. ഇവൻ എന്നെ വളരെ സ്നേഹത്തോടുകൂടി വിളിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയത്. സൂരജന് വിമോചനം ലഭിച്ചിരിക്കുന്നു. പക്ഷെ എന്റെ ആത്മാവ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അത് നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നിന്നെ സൂരജിന്റെ അടുത്തേക്ക് പറഞ്ഞുവിടാൻ പോവുകയാണ്. വരൂ, ഈ പാത്രത്തിൽ ഗംഗാജലമുണ്ട്. ഇതിലേക്ക് കയറൂ. നിനക്ക് ഉറപ്പായിട്ട് മോക്ഷം ലഭിക്കും. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. സ്വാഹ. പറ്റില്ല, ഞാൻ വരില്ല. പ്രേതം അത് സമ്മതിക്കാൻ തയ്യാറായില്ല. മാന്ത്രികൻ തന്റെ കയ്യിലിരുന്ന നൂല് കൊണ്ട് പ്രേതത്തെ ബന്ധിക്കാൻ തുടങ്ങി. പ്രേതത്തെ ആ നൂല് താനെ കെട്ടിവരിഞ്ഞു. എന്നിട്ട് മാന്ത്രികൻ തന്റെ അടുത്തേക്ക് ആ പ്രേതത്തിനെ വലിച്ചു. മാന്ത്രികൻ ഗംഗാജലം ഇരുന്ന ആ കമണ്ഡലത്തിൽ ആ നൂലിട്ടു. ആ ആത്മാവ് പതിയെ പതിയെ നൂലിനാൽ വലിക്കപ്പെട്ട് ആ കമണ്ഡലത്തിൽ വീണു. മാന്ത്രികൻ ആ ഗംഗാജലം ഒരു കുപ്പിക്കുള്ളിൽ അടച്ച് നല്ലപോലെ ബന്ധിച്ചു. അങ്ങനെ രമണൻ ആ പ്രേതത്തിൽ നിന്നും വിമോചിതനായി.